ഇതന്നെയാണ് ഇതുവരെയായിട്ട് ബസ് വരാത്തെ. ക്രിസ്റ്റഫർ എന്തോ 2-3 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല. എന്നാണാവോ? എടി ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കും. അവൻ എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. അവനവിടെ നിൽപ്പുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം. ഇതിനു വേണ്ടി ഇനി പൈസ മുടക്കാറുണ്ട് ഇല്ലമ്മേ. അതങ്ങ് പോവാണെ പോട്ടെ. അമ്മക്ക് കയറി കിടക്കാൻ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയി കിടക്ക്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്നാ പറയാനാ? എടി അവന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. വീടെന്തോ ജപ്തിയായെന്ന് തോന്നുന്ന. കയറി കിടക്കാൻ വീടില്ലാത്തോണ്ട് അമ്മയോട് വീട്ടിൽ പോകാനാ പറയുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമുക്ക് അവൻ അയച്ചു കൊടുക്കാം. അതുകൊണ്ട് അവന്റെ പ്രശ്നം തീരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവന്റെ അച്ഛൻ അയച്ചു കൊടുത്താലോ? അതാവുമ്പോ അവന് സർപ്രൈസും ആവും. എടാ, ഞാൻ അയച്ചു, നീ ഞാനും അയച്ചു. ആണ്ടെ അവൻ വരുന്നുണ്ട്. എടാ, ബസ് ഇതുവരായിട്ട് വന്നില്ലല്ലേ? നമുക്ക് പോകണ്ടേ? എടാ, നിന്റെ അച്ഛന് ഞങ്ങൾ ഒരു 3 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഇനി ലോണിന്റെ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഏത് ലോണ്? എടാ, ഞാൻ അവിടെ ഒന്ന് ഫോൺ വിളിക്കുന്നതായിരുന്നു. അമ്മയ്ക്ക് കയറി കിടക്കാൻ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലോട്ട് പൊക്കോളാനൊക്കെ. ഇപ്പൊ എന്തായാലും നിന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോ. എന്റെ പൊന്നോടെ, എന്റെ വീടിന് ലോൺ ചേർത്തിട്ട് ഒരു കൊല്ലമായി. ഇത് പിന്നെ എന്നാ പ്രശ്നം? എടി, അത് അച്ഛന് ടൂർ പോകാൻ വേണ്ടിട്ടാ. കഴിഞ്ഞ ആഴ്ച മണാലി പോയിട്ട് വന്നത്. ഇനി അച്ഛന് തായ്ലൻഡിൽ പോകണമെന്ന്, ഫുൾ ബോഡി മസാജിങ്ങിന്. ഞാൻ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വീട് വിട്ടിട്ട് പോകുന്ന പുള്ളി പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു വീട് വേണേ പോട്ടെ, അമ്മ അമ്മയുടെ വീട്ടിൽ പോയിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പൈസ അതിപ്പോ തായ്ലൻഡിൽ ഏതെങ്കിലും മസാജ് പാർലർ അഡ്വാൻസ് പോയിട്ട് വിചാരിച്ചാൽ മതി.